ഫാത്തിമ തെഹ്ലിയയ്ക്കെതിരെ കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ. ഫാത്തിമ തെഹ്ലിയയ്ക്ക് പരിചയക്കുറവുണ്ടാകാം. തെഹ്ലിയയ്ക്ക് വീഴ്ചയുണ്ടായെങ്കിൽ ലീഗ് പരിശോധിക്കട്ടെ എന്നും പ്രവീൺ കുമാർ പറഞ്ഞു. അതെ, അല്ല, അവരെത്തുമ്പോഴേക്കും തുടക്കാല നടപടി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ സ്ഥാനാർത്ഥിയുടെ പുതുമുഖമാണ്, അവർക്ക് പരിചയക്കുറവുണ്ട്, അവർക്ക് നടപടിയെക്കുറിച്ച് അറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഇന്നർ പെരിമീറ്റർ ഏരിയയിൽ മെറ്റീരിയൽ സ്ഥാപിച്ചു. രണ്ട്, ആ മെറ്റീരിയൽ റൂമിലേക്ക് ആർക്കും പ്രവേശനത്തിലേക്ക് റിട്ടേണിംഗ് ഓഫീസറും ഉദ്യോഗസ്ഥരും ലാപ്ടോപ്പുമായി പ്രവേശിച്ചു. ഇവിടുത്തെ ചർച്ചാ വിഷയം ദയവായി ഫാത്തിമ തെഹ്ലി എന്നുള്ള പുതുമുഖ സ്ഥാനാർത്ഥിയുടെ വീഴ്ചയെക്കുറിച്ച് ആവരുത്. അത് പാർട്ടി വിഷയമുണ്ട്. വീഴ്ചയുണ്ടോ ഇല്ലെന്നത് ഇവിടുത്തെ വിഷയം. ശരി, ഞാൻ നമ്മുടെ ചർച്ചാ വിഷയം അതേക്കുറിച്ചൊക്കെ പറയുന്നത് ലീഗ് നേതൃത്വം പറയട്ടെ. മേഘ ചേരുകയാണ്. മേഘ, എന്തൊക്കെയാണ് പ്രവീൺ കുമാർ പറയുന്നത്? ഷമ്മി, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് JDT ഇസ്ലാമിക് സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ മെറ്റീരിയൽ റൂം തുറന്ന് പരിശോധിച്ചത്. അത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. കാരണം സ്ട്രോങ് റൂം തുറന്നു എന്ന പേരിൽ, അതീവ രഹസ്യമായി സ്ട്രോങ് റൂം തുറന്നു എന്ന പേരിൽ അത് ഒരു മുതലെടുപ്പിനുള്ള ശ്രമം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഫാത്തിമ തെഹ്ലിയായിരുന്നു അത് തന്നെ അറിയിച്ചിരുന്നു എന്ന് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത്. അതിന് പിന്നാലെ ഫാത്തിമ തെഹ്ലിയയ്ക്കെതിരെ വലിയ വിമർശനം വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതായത് ഫാത്തിമ തെഹ്ലിയെ ഇക്കാര്യം റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിട്ടും അത് ലീഗ് നേതാക്കളെയോ മറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയോ അറിയിക്കാതെ അവിടേക്ക് പോയി എന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ സമയത്ത്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഫാത്തിമ തെഹ്ലിയ ഇക്കാര്യം, അതായത് ഫാത്തിമ തെഹ്ലിയയ്ക്ക് പരിചയക്കുറവ് ഉണ്ടാകാം, ഫാത്തിമ തെഹ്ലിയ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നു. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലീഗ് നേതൃത്വം പരിശോധിക്കട്ടെ എന്ന് കൃത്യമായി തന്നെ പറയുന്നു. അതായത് ഈ UDF നേതാക്കൾ പറഞ്ഞിരുന്ന കാര്യം എന്നത് അതീവ രഹസ്യമായി സ്ട്രോങ് റൂം തുറക്കുന്നു എന്നതായിരുന്നു. അത് വലിയ തരത്തിൽ ഞങ്ങൾ തടയും എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയാണ് UDFന്റെ മുതിർന്ന നേതാക്കൾ അവിടേക്ക് എത്തിയത്. ഈ നേതാക്കൾ അവിടേക്ക് എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച എന്നത് ഫാത്തിമ തെഹ്ലിയ അവിടെ നിന്ന് മടങ്ങിയതാണ്. ഫാത്തിമ തെഹ്ലിയ തന്നെയാണ് അവരുടെ ആരോപണങ്ങൾ, അതായത് ഈ UDF നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണ് എന്ന് തെളിയിക്കുന്ന പ്രസ്താവന മാധ്യമങ്ങളോട് നടത്തിയത്. അതായത് അതീവ രഹസ്യമായല്ല, തന്നെ ഇക്കാര്യം 8 മണിയോടുകൂടി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നു എന്ന് ഫാത്തിമ തെഹ്ലിയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഈ UDF നേതൃത്വം തന്നെ അങ്കലാപ്പിലാകുന്നത്. ഏതായാലും ഫാത്തിമ തെഹ്ലിയയ്ക്കെതിരെ, അതായത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഫാത്തിമ തെഹ്ലിയയ്ക്ക് പരിചയക്കുറവ് ഉണ്ടാകാം, വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലീഗ് നേതൃത്വം പരിശോധിക്കട്ടെ എന്ന് തന്നെയാണ്. അതായത് ഫാത്തിമ തെഹ്ലിയ ഇത്തരത്തിലൊരു കാര്യം അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് UDF നേതാക്കളെയോ അല്ലെങ്കിൽ ലീഗിന്റെ നേതാക്കളെയോ അറിയിക്കാതെ പോയത് എന്ന വിമർശനം ഒരു ഭാഗത്ത് കിടക്കുന്നു. ഏതായാലും നിയമ നടപടിക്ക് ഈ UDF നേതൃത്വം മുൻപോട്ട് നീങ്ങുമ്പോഴും അവർക്ക് ഏറ്റവും തിരിച്ചടിയാകാൻ പോകുന്നത് ഫാത്തിമ തെഹ്ലിയയുടെ ഈ സമീപനം തന്നെയാണ്. അതായത് ഫാത്തിമ തെഹ്ലിയയ്ക്ക് വേണ്ടി അവിടെ ഹാജരായത്, ബൂത്ത് ഏജന്റായി അവിടെ ഹാജരായത് ഫാത്തിമ തെഹ്ലിയുടെ ഭർത്താവായ ഷഹസാദ് ആയിരുന്നു. അദ്ദേഹം അത് എഴുതി ഒപ്പിട്ട് നൽകിയ സാഹചര്യം കൂടിയുണ്ട്. ഇത്ര സമയത്ത് തുറന്നു, ഇത്ര സമയത്ത് അടച്ചു, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖാമൂലം ഉള്ള സ്ഥിതിക്കാണ് ഈ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന തരത്തിലേക്ക് UDF ഇപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് അവിടെ ഫാത്തിമ തെഹ്ലിയ എന്തുകൊണ്ട് വിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്ന കാര്യം ചോദ്യചിഹ്നമായി കിടക്കുന്നു. ആ ഒരു വാർത്താ സമ്മേളനത്തിലാണ് വലിയ വിമർശനം. അതായത് ഫാത്തിമ തെഹ്ലിയ പുതുമുഖമാണ്, അതുകൊണ്ട് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ പരിചയക്കുറവ് ഉണ്ട്, അത് കൃത്യമായി തന്നെ പറയുകയാണ് DCC പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയയ്ക്ക് പരിചയക്കുറവുണ്ട് എന്ന്. ഒരുപക്ഷെ തീർച്ചയായും ഇക്കാര്യം ലീഗ് പരിശോധിക്കട്ടെ എന്നുള്ളതാണ് പ്രവീൺ കുമാർ പറയുന്നത്.